ഹലോ കൂട്ടുകാരെ, നാം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നോ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന എററിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ ടാസ്ക് ബാറിൽ ഒരു യെല്ലോ കളർ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു എറർ ഇൻഡിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, ഇത് സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് ബാറിൻ്റെ അകത്ത് യെല്ലോ ട്രയാങ്കിളിൻ്റെ പുറത്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന സ്ക്രീനിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ് എന്നുള്ള. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോക്കൽ ഏരിയ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് സിംഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡിസേബിൾ കൊടുക്കുക. ഡിസേബിൾ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും, ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ടുണ്ടാവും. സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ടാസ്ക് ബാറിൽ പോകുന്നു, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ലോക്കൽ ഏരിയ സെറ്റിംഗ് എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും വരുന്ന സ്ക്രീനിൽ നമ്മൾ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ റീസെൻ്റ്ലി കണക്റ്റ് ആയിരിക്കുന്ന IP അഡ്രസ്സ് അതിൽ കാണാൻ പറ്റും. IPv4 അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. ആ അഡ്രസ്സ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ ഡിഫോൾട്ടായിട്ട് അസൈൻ ആയിരിക്കുന്ന IP അഡ്രസ്സാണ്. നമ്മുടെ കേസിൽ 192.168.0.110 എന്നുള്ള IP അഡ്രസ്സാണ് നമുക്കിവിടെ അസൈൻ ആയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്തെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 192.168.0.1 എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത സ്ക്രീനിൽ ആ ഡീറ്റെയിൽസിന് അടുത്തതിൻ്റെ താഴത്തെ തന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4 TCP/IP v4 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. അതിൻ്റെ പ്രോപ്പർട്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒപ്റ്റെയിൻ ആൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതിന് താഴത്ത് യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു IP അഡ്രസ്സ് അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന IP അഡ്രസ്സ് 192.168.1.8 എന്നുള്ള ഒരു IP അഡ്രസ്സാണ് കൊടുക്കുന്നത്. സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡിഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും. 1.1 ആണ് സ്വാഭാവികമായിട്ട് വരുന്നത്. അതേപോലെ DNS സെർവർ വരുമ്പോഴത്തേക്കും ഡിഫോൾട്ട് ഗേറ്റ് വേയുടെ IP തന്നെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് OK കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യാം. വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ടാസ്ക് ബാറിൽ നോക്കണമെങ്കിൽ നെറ്റ് കണക്റ്റഡ് ആയിട്ട് കാണാം. നമുക്ക് നെറ്റ് കണക്റ്റ് ആയോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വെബ് ബ്രൗസറിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലെന്തെങ്കിലും സെർച്ച് ടൈം കൊടുക്കാം. നമ്മുടെ കേസിൽ നമ്മൾ ഇവിടെ വെറുതെ iPhone എന്ന് പറഞ്ഞിട്ടാണ് iPhone 12 എന്നും പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്യണത്. അപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നെറ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രൗസർ ക്വിറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടി നമ്മുടെ കൊടുത്തേക്കണ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഡീറ്റെയിൽസ് നോക്കുന്നു. ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്ത 1.8 എന്നുള്ള IP അഡ്രസ്സാണ് വീണേക്കുന്നത്. അത് കറക്റ്റായിട്ട് അതിൽ സ്റ്റാറ്റിക് IP അഡ്രസ്സ് കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് ഒന്നും കൂടി എടുത്തിട്ട് TCP/IP4 നോക്കുമ്പോഴത്തേക്കും IP അഡ്രസ്സ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള കിടക്കുന്നത്. നമ്മൾ സ്റ്റാറ്റിക് IP അസൈൻ ചെയ്തേക്കുന്നത് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.